ജോസ്ഗിരിയിലേക്കുള്ള KSRTC പൊതുഗതാഗത സർവീസ് നാളെ മുതൽ പുനരാരംഭിക്കുമെന്ന് ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 1-നുണ്ടായ ശക്തമായ മഴയിലും ഉരുൾപൊട്ടലിലും റോഡ് തകർന്നതിനെ തുടർന്ന് ജോസ്ഗിരി, രാജഗിരി മേഖലകളിലേക്കുള്ള പൊതുഗതാഗതം പൂർണ്ണമായും നിലച്ചിരുന്നു. തുടർന്ന് പഞ്ചായത്ത് ഇടപെട്ട് 2.5 ലക്ഷം രൂപ ചിലവഴിച്ച് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചതോടെയാണ് നാളെ മുതൽ ജോസ്ഗിരിയിലേക്ക് പതിവ് പോലെ KSRTC സർവീസ് നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ്, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്ഥിരം സമിതി അധ്യക്ഷൻ KD പ്രവീൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇക്കഴിഞ്ഞ 1-ാം തീയതി നമ്മുടെ നാടിനെ നടുക്കിക്കൊണ്ടുണ്ടായ ഉരുൾപൊട്ടലിലും പ്രളയത്തിലും ചെറുപുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 8-9 വാർഡുകളിലാണ് കൂടുതൽ ദുരന്തമുണ്ടായത്. അതിൽ 9-ാം വാർഡ് എന്ന് പറയുന്ന ജോസ്ഗിരി മേഖല രാജഗിരിയിൽ നിന്നും തീർത്തും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. 21 റോഡുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ 12-13 തീർത്തും പോയ നിലയിലാണ് ഉണ്ടായിരുന്നത്. ഉരുളുപൊട്ടി തീർത്തും പോയ നിലയിലാണ് ഉണ്ടായിരുന്നത്. അപ്പം ഡ്രോൺ പരിശോധനയിൽ 16ഓളം ഉരുളുകൾ ജോസ്ഗിരി മേഖലയിൽ പൊട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഈ ദിവസങ്ങൾ അത്രയും റോഡിൻ്റെ പണി പുനരാരംഭിക്കുകയായിരുന്നു. 3-4 JCB പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തോടെ പണി മുഴുവനും പൂർത്തിയായി. ജോസ്ഗിരിയിലേക്കുള്ള ഗതാഗത തടസ്സം നീങ്ങി. 2,15,865 രൂപയുടെ പണി ആ ജോസ്ഗിരി 9-ാം വാർഡിൽ മാത്രമായിട്ട് റോഡിന് നമുക്ക് എടുക്കേണ്ടി വന്നു. ഇന്നോടെ പണി പൂർത്തിയായതിനാൽ പയ്യന്നൂർ ഡിപ്പോയിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ ബസ് സർവീസ് പുനരാരംഭിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ 1-ാം തീയതി ഉണ്ടായ ഉരുൾപൊട്ടൽ മൂലം ഇവിടെ സൂചിപ്പിച്ച പോലെ 7, 8, 9, 10 വാർഡുകളിലാണ് കാര്യമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഏതായാലും വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിച്ചുകൊണ്ട് PWDയും അതുപോലെ പഞ്ചായത്ത് വകുപ്പുകളെല്ലാം ദ്രുതഗതിയിൽ അതിൻ്റെ സംയോജിതമായ ഇടപെടൽ മൂലം ഇന്നുകൊണ്ട് ഏകദേശം വർക്കുകൾ മുഴുവൻ പൂർത്തിയായിരിക്കുകയാണ്. ഏറ്റവും തടസ്സമായിട്ടുണ്ടായിരുന്ന 9-ാം വാർഡിൽ ഏകദേശം 21ഓളം റോഡുകളുള്ള 21 റോഡുകളും അതിൻ്റെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ തകർന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമാക്കാൻ അതിന് കഴിഞ്ഞു എന്നുള്ളത്, താൽക്കാലികമായിട്ടെങ്കിലും ഗതാഗത യോഗ്യമൊക്കെ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ നാളെ മുതൽ രാജഗിരി, ജോസ്ഗിരി KSRTC ബസ് പുനരാരംഭിക്കും എന്നുള്ള സന്തോഷം കൂടെ അറിയിക്കുകയാണ്. ഓരോ സ്വർണ്ണാഭരണവും പാരമ്പര്യത്തിന്റെ അഭിമാനം. ഓരോ ഡയമണ്ടും പറയുന്നത് വിശ്വാസത്തിന്റെ കഥ. നിങ്ങളുടെ സ്റ്റൈലിന് പെർഫെക്റ്റ് തിളക്കം. ദ ക്രൗൺ ഓഫ് ഫൈൻ ജ്വല്ലറി. സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജുവലേഴ്സ്.